ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൻ്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ആര്യനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ ആരാധകന് നല്ല മറുപടിയാണ് ആര്യ കൊടുക്കുന്നത് കേട്ടോ. എടോ, തൻ്റെ കയ്യിലിരിപ്പ് എനിക്ക് മനസ്സിലായി, തൻ്റെയൊക്കെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്കൊക്കെ എന്താ, തനിക്കൊക്കെ ഒരു പെണ്ണിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞത് കളിച്ചിരി തമാശയാണെന്നാണ് തൻ്റെ വിചാരം. വെച്ചിട്ട് പോടോ, ഇനി മേലെ എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി വിളിച്ചു പോരുത് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് ആര്യ. ശരിക്കും പറഞ്ഞാൽ അത് ഒറിജിനലായിട്ട് ആര്യയുടെ ആരാധകൻ തന്നെയാട്ടോ. ആര്യന് ഒരുപാട് ഇഷ്ടമുള്ള എവിടെന്നോ ഒരു ആളാണ്. അയാൾ ആര്യനെ കാണാൻ ഉടനെ തന്നെ വരികയും ചെയ്യും. അങ്ങനെ ആര്യ വളരെ ദേഷ്യത്തിലാണ്. അയാളാണെങ്കിൽ ഭയങ്കര പിന്നെ മെസ്സേജും വിളിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആര്യ അതെല്ലാം തന്നെ ഫോൺ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണേ കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അമ്പാടിനെയാണ്. അമ്പാടി രാവിലെ തന്നെ നമ്മുടെ പത്മേനെ കാണാൻ പുറപ്പെടാൻ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. അങ്ങനെ പുറപ്പെടാൻ പോണ സമയത്ത് നമ്മുടെ ചേച്ചി ജലജ വരുന്നുണ്ട്. എടാ അമ്പാടി, നീ എവിടേക്കാടി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി ഞാനേ ഒരു ചീരത്തൈ മേടിക്കണോന്ന് നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുണ്ട്. ചീരത്തൈ മേടിക്കാൻ നീ തമിഴ്നാട്ടിലേക്കായി പോണല്ലേ? അതെ അതെ. അല്ല, ഞാനിവിടെ അടുത്ത് തന്നെയാ പോണത്. നിന്റെ കളിയെ എന്നോട് വേണ്ടിടാ. നീ എവിടെയാ പോണതെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ പോണത് നിന്റെ പപ്പീനെ കാണാനായിട്ടായിരിക്കും അല്ലേ? എന്റെ ചേച്ചിക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം? അവളെ വലിയ കാര്യമായിരുന്നല്ലോ ചേച്ചിക്ക്. അതെ, കാര്യമായിരുന്നു. പക്ഷെ നിനക്ക് എപ്പോൾ അപകടം പറ്റി അതോടുകൂടി എനിക്ക് ആ കാര്യമൊക്കെ നഷ്ടപ്പെട്ടു. ചേച്ചി, എനിക്ക് അപകടം പറ്റാൻ കാരണം അവളല്ല. എന്തവളല്ലെന്ന്? അവളുടെ കേസിൽ തൂങ്ങി നടക്കണോണ്ടല്ലേ നിനക്ക് അന്ന് അപകടം പറ്റിയത്. എടാ, എനിക്കെല്ലാം അറിയാം. നീ വെറുതെ എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കൊന്നും വേണ്ട. ചേച്ചിയത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ തലയിൽ ഇപ്പൊ എന്ത് പറഞ്ഞാലും കേറില്ല. ചേച്ചി, അപകടം എന്ന് പറഞ്ഞത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വരും. അത് നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയാലും നമുക്ക് അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളി നീക്കാൻ പറ്റില്ല ചേച്ചി. അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്തായാലും ഞാൻ ചത്തില്ലല്ലോ, അത് ഓർത്തിട്ടെങ്കിലും ചേച്ചിക്ക് സമാധാനിച്ചോടെ. നീ എന്തൊക്കെ വർത്താനോടെ പറയണത്? എടാ, എനിക്കും എൻ്റെ അമ്മക്കൊക്കെ എന്ത് ഇഷ്ടമാണ് നിനക്ക് അറിയില്ലേ? ദേ, അമ്മയുടെ ജീവനാ നീ. അമ്മ നിന്നെ വഴക്കൊക്കെ പറയുന്നുണ്ടെങ്കിലും എടാ, അമ്മക്ക് നീ അത് പറ്റില്ലടാ. എടാ, ഈ വീട്ടിലെ എൻ്റെ ഭർത്താവിന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. ആകെ നീ മാത്രമേ ഉള്ളൂ. ആ സമയത്ത് എടാ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ല. എടി ചേച്ചി, എനിക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇങ്ങനെ പത്മേനെ വെറുക്കല്ലേ? ദേ, ഞാൻ പോകുന്നത് ചീരത്തൈ മേടിക്കാനെന്നല്ല, സത്യമായിട്ടും പപ്പീനെ കാണാൻ വേണ്ടി തന്നെയാണ്. അവൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. അതിനെ വേണ്ടിട്ടാ പോണത്. ഓ, അഞ്ജലിയുടെ അർജുന്റെ വിവാഹം കഴിഞ്ഞു എന്നായിരിക്കും അല്ലേ? ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ വെറുക്കണത്? അവരൊക്കെ ചേച്ചിയെടുത്ത് എന്ത് തെറ്റാ ചെയ്തത്? എടാ, എനിക്കൊന്നും പറയാനില്ല. നിനക്കൊരു ആപത്തും വരാൻ പാടില്ല. എനിക്ക് അത് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ എനിക്കുള്ളൂ ചേച്ചി. എനിക്കൊന്നും സംഭവിക്കില്ല, മനസ്സിലായോ? ഞാനെന്തായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ നിന്ന് പോകുകയാണ്. ആ സമയത്ത് അമ്മ അവിടേക്ക് വരുന്നുണ്ട്. ചിലരെ പറഞ്ഞ അമ്മ എന്തിനമ്മേ അവനിങ്ങനെ കയറൂരി വിടുന്നത്? അവൻ പോണത് അവളുടെ അടുത്തേക്ക്, ആ പത്മകുമാരുടെ അടുത്തേക്ക്. അമ്മയുടെ മോനെ അമ്മക്ക് ജീവനോടെ വേണോന്നൊന്നില്ലേ? എന്തിനാമേ അവളുടെ അടുത്തേക്ക് അവനിങ്ങനെ പറഞ്ഞു വിടുന്നത്? എടി, ആ പെൺകൊച്ച് എന്ത് പാവമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം അവൾക്ക് ചെയ്തോട്ടെ, എന്താ കുഴപ്പം? അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മ നേരത്തെ തന്നെ അവളെ മരുമകളാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ മോൻ സാധിച്ചു തരാൻ പറഞ്ഞപ്പോഴേ അമ്മയുടെ കണ്ണു മഞ്ഞളിച്ചു. അമ്മക്ക് വേലക്കാരത്തിനെ പോലെ ജോലി എടുക്കാൻ ഒരു മരുമകളായില്ലേ? ദേ, അനാവശ്യം പറയരുത് ജലജെ. അവൻ പോയിട്ട് വരട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയണം. അങ്ങനെ അമ്പാടി നേരെ നമ്മുടെ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോവാട്ടോ. അപ്പൊ നമ്മുടെ കന്യാസ്ത്രീ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. മദർ മുമ്പിൽ തന്നെ നിൽക്കണ്ട. അമ്പാടി, നിങ്ങള് പറഞ്ഞതല്ലേ ഞാൻ 2 ആഴ്ചക്ക് മാത്രമേ പത്മേനെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്ന്. ഇതിപ്പോ കുറെ ദിവസമല്ലോ. എനിക്ക് പള്ളിയിലും ഇവിടെയുള്ള ആൾക്കാർത്തൊക്കെ സമാധാനം പറയണം. അങ്ങനെ പുറത്തുനിന്ന് ഒരാളെ ഇങ്ങനെ നിർത്താനുള്ളൊരു ഇതൊന്നും നമുക്കില്ല. ഇത് പോലീസ് കേസോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും ഞങ്ങൾക്ക്. അമ്പാടിയുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ കാര്യമല്ലേ? ആ അഞ്ജലിനെയും അർജുനെയും പിന്നെ ഇവിടെ കണ്ടതുമില്ല. ഇത് കേൾക്കുന്ന അമ്പാടി പറഞ്ഞിട്ടുണ്ട്, മാഡം ഒന്നും വിചാരിക്കരുത് മദറെ. കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ. അഞ്ജലിയാണെങ്കിൽ ആകെ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അർജുൻ്റെ അവസ്ഥയും അത് തന്നെ. പിന്നെ എൻ്റെ കാര്യം അറിയാലോ, ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചപ്പോൾ വീട്ടുകാർക്ക് എന്നെ പുറത്ത് വിടാൻ തന്നെ പേടിയാണ്. എന്നിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്. മദറിനെ കുറച്ച് ദിവസം കൂടി അവളെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ നിന്ന് സേഫ് ആക്കാൻ പറ്റുമോ? അമ്പാടി, ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ അവളെ എത്ര നാൾ വെക്കണേനും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾക്കിവിടെ സമാധാനം പറയണ്ട അമ്പാടി. എനിക്ക് മനസ്സിലായി മദറിന്റെ മാനസികാവസ്ഥ. ഞാൻ എന്തായാലും പത്മയെടുത്തൊന്ന് സംസാരിക്കട്ടെ. അഥവാ അവൾ ഇവിടെ നിർത്താനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഞാൻ അവൾക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വന്നത് എന്ന് പറഞ്ഞിട്ട് അമ്പാടി നേരെ പത്മേനെ കാണാൻ വേണ്ടി അകത്തേക്ക് പോവാട്ടോ. പത്മ അമ്പാടിനെ കാണുമ്പോൾ തന്നെ വേഗം അടുത്തേക്ക് വരുന്നുണ്ട്. അമ്പാടി ചേട്ടാ, ഇത് എവിടെയായിരുന്നു? എത്ര ദിവസമായി എന്നൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇവിടെ അങ്ങനെ നിൽക്കാൻ പോലും പറ്റില്ലെന്ന് അമ്പാടി ചേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ? അഞ്ജലി ചേച്ചിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല, എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. എന്താ, അവർക്കൊന്നും എന്നെ വേണ്ടേ? എല്ലാവർക്കും എന്നെ മതിയായോ എന്ന് ചോദിക്കുമ്പോൾ, പത്മേ, നീ ഇങ്ങനെ പറയല്ലേ പപ്പി. ഞാൻ നിന്റെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതെന്താ? അമ്പാടി ചേട്ടൻ്റെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നല്ലോ. എന്ത് പറ്റി അമ്പാടി ചേട്ടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് തോന്നുന്നു അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അല്ലാന്നുണ്ടെങ്കിൽ
അഞ്ജലി ചേച്ചി ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കില്ല. ഞാനെങ്കിൽ അഞ്ജലി ചേച്ചിയുടെ അമ്മേനെ അച്ഛനെ വെച്ചിട്ട് അവരാണെങ്കിൽ ഫോണിൽ അഞ്ജലി ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു. എന്താ അമ്പാടി ചേട്ടാ, എന്താ പ്രശ്നം, എന്താണെങ്കിലും തുറന്ന് പറ അമ്പാടി ചേട്ടാ എന്ന് പറയുമ്പോഴേക്കും അത് പത്മേ നീ വിഷമിക്കരുത്, നീ ടെൻഷൻ ആവരുത്. എന്താ എന്താ കാര്യം? അത് നിന്റെ കേസ് ഇനി അഞ്ജലിക്ക് വാദിക്കാൻ പറ്റുമെന്ന് തോന്നണില്ലേ പത്മേ? അമ്പാടി ചേട്ടൻ എന്തേ പറഞ്ഞത്? കേസ് വാദിക്കാൻ പറ്റില്ലെന്നോ? അതെന്ത് പറ്റി? അഞ്ജലി ചേച്ചി കേസിന് പിന്മാറിയോ? അതോ അഞ്ജലി ചേച്ചിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ? എന്താണെങ്കിലും തുറന്ന് പറ അമ്പാടി ചേട്ടാ. അത് പിന്നെ അഞ്ജലി ഇപ്പോ അഞ്ജലി ശിവരാമകൃഷ്ണനല്ല, അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണനല്ല ഇപ്പോ അഞ്ജലി. പിന്നെ അഞ്ജലി അർജുനാണ്. അതായത് നമ്മുടെ ശംഖുചക്രത്തിലെ മരുമകളാണ് ഇപ്പൊ അഞ്ജലി. അർജുൻ അച്ചുചേട്ടന്റെയും അഞ്ജലി ചേച്ചിയുടെയും വിവാഹം കഴിഞ്ഞു. കഴിഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയാണ്. എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ? അതാ പറഞ്ഞത്, ഞാൻ തന്നെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളാണ്. അഞ്ജലിക്കാണെങ്കിൽ അർജുന ഒട്ടും വിശ്വാസമില്ല. അവളെപ്പോഴും അർജുന കുറ്റപ്പെടുത്തലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി കുറെ പ്രാവശ്യം നോക്കുകയും ചെയ്തു. പിന്നെ അറിയാലോ, അഞ്ജലി എന്ന് പറഞ്ഞത് ഒരു ആജന്മ ശത്രുവാണ് ശംഖുചക്രത്തിലെ എല്ലാവരുടെയും. അതുകൊണ്ട് അഞ്ജലിനെ അവർ മാക്സിമം വഴക്കുണ്ടാക്കിയും അഞ്ജലിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയൊക്കെ നോക്കുകയാണ്. മാത്രമല്ല അഞ്ജലി നീ കോടതിയിലേക്കൊന്നും അവർ വിടുമെന്നും എനിക്ക് തോന്നുന്നില്ല. നീ എന്തായാലും ആ കേസിന്റെ കാര്യം തൽക്കാലത്തേക്ക് മറന്നേക്ക്. പിന്നെ നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട കാര്യം അത് അഞ്ജലിക്ക് ഇനി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം അഞ്ജലിനെ തന്നെ വീട്ടിൽ കയറ്റുന്നില്ല, പിന്നെ നിന്നെ എങ്ങനെ കയറ്റും? ഞാനൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്താ? എന്റെ ഭാര്യയായിട്ട് നീ എന്റെ വീട്ടിലേക്ക് വരണം. ചേട്ടൻ അതാ തമാശ പറയാണോ? അല്ല, കാര്യത്തിൽ പറയാണ്. നിനക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ? നിനക്കെന്താ എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമല്ലേ? എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ വിവാഹം കഴിച്ചോളാം എന്നൊക്കെ പറയാണ്. അതിനെക്കുറിച്ച് പത്മ ആലോചിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടുത്തത് നമ്മുടെ അമ്പാടിയുടെയും പത്മയുടെയും വിവാഹ കാര്യങ്ങളാണ് കാണിക്കാൻ പോണത്. അതിനുശേഷം പ്രൊമോയിൽ കാണിച്ചത് നമ്മുടെ അഞ്ജലിനെയാണ് കേട്ടോ. അഞ്ജലി രാത്രി ഉറക്കമൊന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജലിയുടെ അടുത്തേക്ക് നമ്മുടെ അനുപമ വരുന്നുണ്ട്. അനുപമ അഞ്ജലി അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഹോ എന്താണ് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലേ? അല്ല, നിങ്ങളുടെ ആദ്യ രാത്രി കാവ്യ വന്ന് കോളമാക്കി. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ ആദ്യ രാത്രിക്ക് വേണ്ടി അർജുൻ നിന്നെ റൂമിലേക്ക് ക്ഷണിച്ചില്ലേ? അതോ നീ ഇവിടുന്ന് പോവാനുള്ളവരെ തയ്യാറെടുപ്പാണോ? പോണെങ്കിൽ വേഗം പൊയ്ക്കോട്ടോ. ആ സമയത്ത് അഞ്ജലി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് അനുപമ എടുത്ത് പറയണ്ട്, നിനക്കത് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതടി? എന്റെ ഭർത്താവിന് എന്നെ വേണം. ഞാൻ കുറെ പ്രാവശ്യം ഇറങ്ങിപ്പോകാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ എന്റെ ഭർത്താവ് എന്നോട് പിടിച്ചു നിർത്തി. ഞാനില്ലാതെ എന്റെ ഭർത്താവിനെ ജീവിക്കാൻ പറ്റില്ല, ഞാനില്ലെങ്കിൽ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്നൊക്കെയാ പറഞ്ഞത്. കാരണം എന്താ? അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാണ്. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി എത്ര പ്രാവശ്യം നോക്കിയെന്നറിയോ? പക്ഷെ അദ്ദേഹം എന്നെ വിടുന്നില്ല, ഞാനില്ലാതെ പറ്റില്ല പോലും. അദ്ദേഹം മാത്രല്ല, ഇവിടുത്തെ മുത്തശ്ശിയും പിള്ളേരും ഗോവിന്ദൻ ചെറിയച്ഛനും അതുപോലെ തന്നെ രമ്യ ചെറിയമ്മയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എന്റെ കൂടെ നിൽക്കുകയാണ്. അവരാരും എന്നെ വിടുന്നില്ല, ഇവിടെ നിൽക്കോന്ന് പറയാണ്. പക്ഷെ നിന്റെ കാര്യം ഭയങ്കര കഷ്ടം കേട്ടോ. നിന്റെ ഭർത്താവ് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യനെ വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ഒരു പെണ്ണിനെ വേണ്ട, എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യ, എനിക്ക് ഡിവോഴ്സ് വേണം എന്നൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും നാണമില്ലാതെ നീ നിൽക്കുന്ന നീയാണോ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത്? അറ്റ്ലീസ്റ്റ് എന്റെ ഭർത്താവിനെ എന്നെ വേണമെങ്കിലും ചെയ്യും, നിന്റെ ഭർത്താവിനെ നിന്നെ വേണ്ടെന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ആദ്യ രാത്രി പോലും കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. 1.5 വർഷം വിവാഹം കഴിഞ്ഞിട്ട് നീയാണോ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത്? കൊള്ളാം. എന്റെ ഭർത്താവേ മുറിയിൽ എന്നെയും കാത്തിരിക്കായിരിക്കും ഉറങ്ങാതെ, ഞാൻ വരുന്നതും കാത്തു. പാവം എന്റെ ഭർത്താവ്, എന്നെ അത്രമാത്രം ഇഷ്ടമാണ്. പക്ഷെ നിന്റെ ഭർത്താവ് നീ റൂമിൽ വരല്ലേന്ന് പ്രാർത്ഥിച്ചിരിക്കുകയായിരിക്കും. കഷ്ടം തന്നെ നിന്റെ കാര്യം. ഇങ്ങനെയുള്ള നീയാണോ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വരുന്നത്? പോടി പോ. എടി നീ എന്താ അനാവശ്യം പറഞ്ഞത്? നിന്റെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അനുപമ കൈ വെച്ചിട്ട് അഞ്ജലിയുടെ മുഖത്തേക്ക് അടിക്കാൻ പോകുമ്പോഴേക്കും തൊട്ടു പോകരുത് നീ എന്നെ തൊടാനുള്ള അർഹത പോലും നിനക്കില്ലടി. എന്നെ ഉപദേശിക്കാനും എന്നെ തൊടാനുള്ള അർഹത നിനക്ക് മുമ്പും ഇല്ല, ഇപ്പോഴും ഇല്ല. ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാം. നിനക്ക് നാണവും ഇല്ലേടി? നിന്റെ ഭർത്താവിനെ നിന്നെ വേണ്ട, ഈ വീട്ടുകാർക്ക് നിന്നെ വേണ്ട, ആർക്കും നിന്നെ വേണ്ട. എന്നിട്ട് നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നത്? അറ്റ്ലീസ്റ്റ് എന്റെ ഭർത്താവിന് എന്നെ വേണം, ഈ വീട്ടിൽ കുറച്ചു പേർക്കെങ്കിലും എന്നെ വേണം. പക്ഷെ അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല. അതുകൊണ്ട് നീ എന്നെ ഉപദേശിക്കാൻ വേണ്ട. ഈ വീട്ടിൽ നിന്ന് നീ പോയാലും ഈ അഞ്ജലി ഒരു കാര്യം
തീരുമാനിച്ചു, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒരിക്കലും പോവില്ല എന്ന് അഞ്ജലി പറയാണ്. ശരിക്കും പറഞ്ഞാൽ അനുപമയുടെ മുഖത്ത് ഒരു അടി കിട്ടിയ പോലെ ആയിട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലി അകത്ത് കയറി പോണ അനുപമയാണെങ്കിൽ എന്റെ റൂമിലുള്ള രഹസ്യങ്ങൾ പോലും ഇവൾ അറിഞ്ഞല്ലോ, അഭിനെ എന്തെങ്കിലും ഇവിടുത്തെ പറയുന്നുണ്ടോ എന്നൊരു സംശയ രോഗം പോലും നമ്മുടെ അനുപമക്ക് വരുവാട്ടോ. അനുപമ വിചാരിക്കാണ് ഇവൾ എന്തായാലും മരിക്കണ തന്നെയാണ് നല്ലത്. അങ്ങനെ ഗുണ്ടക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഭാഗം നാളത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിക്കും കേട്ടോ. ഇതേ ഡ്രസ്സിൽ തന്നെയാണ് അഞ്ജലി നിലവിളിക്കണത് അർജുനെ കുത്താൻ വേണ്ടി വരുമ്പോൾ. എന്തായാലും അർജുൻ അഞ്ജലി രക്ഷിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അർജുനെ കൊല്ലാൻ നോക്കിയ അനുപമേനെ അഞ്ജലി വെറുതെ വിടത്തുമില്ല. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.